വെൽക്കം ടു സ്മയ. എൻ്റെ പേര് സ്മയ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മാസത്തിന് മേലെയായിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു മാസമായിട്ട്. ലാസ്റ്റായിട്ട് ആ ഒരു ട്രിപ്പിൻ്റെ വ്ളോഗായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോയുടെ ഷോർട്ട് വീഡിയോസ് പിന്നെയും ഇടുന്നുണ്ടായിരുന്നു. എനിക്ക് എക്സാമൊക്കെ ആയിരുന്നു ഗൈസ്. ചെറിയ 2 മോഡൽ എക്സാം കഴിഞ്ഞു. ലൈക്ക് ഒരെണ്ണം 40 മാർക്കിനായിട്ടും ഒരെണ്ണം 80 മാർക്കിനായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ടൈമൊന്നും കിട്ടിയില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു, ലോങ് വീഡിയോ എവിടെ, ലോങ് വീഡിയോ ഒന്നും ഇല്ലാത്തതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ ഫുൾ റെഡിയായി ഭയങ്കര തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്. തിളങ്ങുന്ന വെറുതെ ഇട്ടതാണ്, എൻ്റെ കയ്യിൽ കിട്ടിയ ഡ്രസ്സ് എടുത്തിട്ടതാണ്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ നമ്മൾ ഇന്നാളൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി ട്രിവാൻഡ്രത്ത് പോയിട്ടുള്ളൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയതും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, 2 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ഒരാൾ കിരണും ഒരാൾ ശശിയും ഗൈസ്, 2 പേരുണ്ട്. അപ്പോൾ ഇവർ 2 പേരുടെയും ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, കിരൺ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ കിരൺ ചേട്ടനും വൈഫും ഉണ്ണി വന്നിട്ടുണ്ട്. ആൾ ആബ എന്നാണ് ഉണ്ണിയുടെ പേര്. ഉണ്ണി ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അവളെ. അപ്പോൾ പുറത്ത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തോ ഫാനിൻ്റെ മുന്നിൽ പോയിരുന്ന് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അവർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നാളെ രാവിലെ പോവും. ഇന്നലെയാണ് അവർ വന്നത്. എന്നാൽ പിന്നെ ഇവിടേക്കൊക്കെ വളരെ റെയറായിട്ടാണ് ഇവിടേക്ക് വരാറുള്ളത്, വളരെ കുറവാണ്, ഇപ്പോഴൊന്നും വരാറില്ല. അപ്പോൾ നമ്മളിന്ന് ഗുരുവായൂർ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ രാവിലെ പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ രാത്രി പോകുമെന്നറിയില്ല. കാരണം ഇവിടുന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ ആണ് അവിടുത്തെ അമ്പലത്തിൽ പോകുക. അതുപോലെയാണ് അവിടുന്ന് ഇവിടേക്ക് വരുമ്പോൾ അവർക്ക് ഗുരുവായൂർ അമ്പലത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ഗുരുവായൂർ അമ്പലം ഭയങ്കര ഭയങ്കര ഫേമസ് ഒക്കെ ആണല്ലോ. അപ്പം അതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്നുണ്ട്. നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാമല്ലോ അങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ നിൽക്കുന്നത് അച്ഛൻ്റെ വേറൊരു ഫ്രണ്ടാണ്, ജിഷാദ് എന്ന് പറഞ്ഞിട്ട് ആളുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് നമ്മൾ പോകുമ്പോൾ ആളുടെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ജിഷാദേട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ടെന്നും. കാരണം ജിഷാദേട്ടൻ താഴെ ഒരു ഉണ്ണിയും കൂടെ വന്നിട്ടുണ്ട്, ചെറിയ ഉണ്ണിയാണ്, ആർക്ക് 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആളെ കാണാൻ വേണ്ടി പോവാണ്, കുഞ്ഞു ഉണ്ണീനെ. പിന്നെ നെസ്റ്റോയിൽ പോകണമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ പ്ലാൻ. ഇതാണ് ഗൈസ് നീലുവിൻ്റെ ഔട്ട്ഫിറ്റ്. അവൾക്ക് പാൻറ് അത്രയ്ക്ക് അങ്ങോട്ട് എന്തോ ഒരു കംഫർട്ടബിൾ അല്ലാത്ത പോലെ ഉണ്ട്. ബട്ട് സ്റ്റിൽ എന്താ അത് ഗൈസ്, നീലുവിൻ്റെ ഒരു കമ്മൽ കാണാനല്ലാണ്ട് അത് കിട്ടിയപ്പോൾ ഉള്ളൊരു റിയാക്ഷൻ ആയിരുന്നു. നിന്നും മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല. ഞാനാണെങ്കിൽ ഇന്ന് തല നനച്ചില്ല ഗൈസ്. അതുകൊണ്ടാണ് കുറച്ച് വൃത്തിയിലും മെന്നിലൊക്കെ ഇനി മുടി കിടക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഓടി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. റെഡി അല്ലേ? അപ്പോൾ നമ്മളിന്ന് പോകുമ്പോൾ എങ്ങനത്തെ മേക്കപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് പാർട്ട് കണ്ടിട്ടുണ്ടാവും. അത് നമ്മൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഇന്നത്തെ മേക്കപ്പ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഞങ്ങളുടെ മേക്കപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മേക്കപ്പ് നമ്മുടെ ഇപ്പോഴത്തെ ഫെസ്റ്റീവ് സീസണും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മേക്കപ്പാണ്. അതെ, ഇപ്പോൾ ഫെസ്റ്റീവ് സീസണാണ്, നല്ല വെഡ്ഡിങ് സീസണാണ്. അപ്പോൾ അവിടേക്ക് പോകുമ്പോഴും ഈ ഞങ്ങൾ ചെയ്യുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് നിങ്ങൾക്കും യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അത്രയാണ് നമ്മുടെ ഇന്നത്തെ മേക്കപ്പിൻ്റെ സ്പെഷ്യാലിറ്റി. അതാണ് കാണിക്കാൻ വേണ്ടി വന്നത്. നെർസ് ഇല്ലാത്തത് അവൾക്ക് ഇങ്ങനെ വീഡിയോയിൽ വന്ന് മേക്കപ്പ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് മിററിൽ പോയി ചെയ്യാനാണ് അവൾക്ക്. ഇങ്ങനെ സ്വസ്ഥമായിട്ട് കണ്ണൊക്കെ ഒറ്റയ്ക്ക് എഴുതി അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടം. അതുകൊണ്ടാണ് അവൾ വരാതിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നീലുവിന് എങ്ങനത്തെ മേക്കപ്പിനോടാണ് താല്പര്യം? എനിക്കൊരു ഗ്ലോ സ്കിൻ ആയിട്ടുള്ളൊരു മേക്കപ്പാണ് ഇഷ്ടം. ഓക്കെ, ഗ്ലോയി ആയിട്ടുള്ള മേക്കപ്പ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിന്റെ ക്യൂട്ട് കണ്ട പോയിച്ച് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മേക്കപ്പ് അങ്ങോട്ടും കൂടെ എക്സ്ചേഞ്ച് ചെയ്യാം. ഇത് നീലുവിൻ്റെയാണ്, ഇത് ഇന്ത്യയാണ് തോന്നുന്നില്ല. വാസ്ലൈൻ ഉണ്ട്. ഇതെന്തിനാ മുഖത്ത്? അല്ല, അത് എനിക്ക് ലിപ്സ് ഡ്രൈ ആവുമ്പോൾ ഞാൻ പറ്റുന്ന. അപ്പൊ ഇതെന്താ സാധനം? ഇതൊന്നും കണ്ടിട്ടില്ല. പ്രൊഡക്റ്റ് വന്നിട്ട് ഇത് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമാണ്. ഇതിൽ ഷിയ ബട്ടറും അതുപോലെ ഹൈൽറോണിക് ആസിഡും ഉള്ളൊരു പ്രോ സ്ട്രോപ്പ് ക്രീമിൻ്റെ പ്രത്യേകത ഇതൊരു മോയ്സ്ചറൈസർ ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ നല്ലൊരു ഗ്ലോയി ആൻഡ് റേഡിയൻറ്റ് സ്കിൻ തരാനും ഹെൽപ്പ് ചെയ്യും. കണ്ടോ? നമുക്കിനി ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും.
ലുക്ക് അറ്റ് ദാറ്റ് ഗ്ലോ. നല്ല പ്രത്യേക ലുക്ക് പോലെ. അത്ര എടുത്ത് പോകണ്ട. കണ്ടു നല്ലൊരു പ്രത്യേക ഗ്ലോ, ഒരു പിങ്കി ഗ്ലോ. നിങ്ങൾക്ക് ഇനിയിപ്പോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ലിപ്സ്റ്റിക്ക്. ഇത് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വോൾ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നല്ല അടിപൊളി ലിപ്സ്റ്റിക് ആണ്. എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡും കൂടെയാണ്. അടിപൊളി ഷെയ്ഡാണ്, നല്ല ന്യൂഡ് ഷെയ്ഡാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ പരക്കില്ല, വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ. 1 സ്വൈപ്പ് ആപ്ലിക്കേഷനും കൂടിയാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് മാത്രമല്ല ഇത് 12 അവറോളം ലാസ്റ്റ് ചെയ്യും. അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്, നമ്മുടെ വെഡ്ഡിങ് സീസണ് യൂസ് ചെയ്യാൻ പറ്റിയതാണെന്ന്. കാരണം കുറേ അവേഴ്സ് ലാസ്റ്റ് ചെയ്യും. നമ്മൾ കുറേ ഫുഡൊക്കെ കഴിക്കുമ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ പോയി നമ്മൾ യൂഷ്വലി കഴിക്കുമല്ലോ, അപ്പോൾ അതുപോലെ കഴിച്ചാൽ തന്നെ ഇത് ഒരുപാടൊന്നും പോകും. സൺസ്ക്രീമിന്റെ പ്രത്യേകത പറയുമ്പോൾ വെരി നാച്ചുറൽ ലുക്കാണ്. പിന്നെ കേക്കി ലുക്ക് ഉണ്ടാവില്ല, ഭയങ്കര നാച്ചുറൽ ലുക്കാണ് വരിക. ഇലിമിനേറ്റിംഗ് ആണ് നമ്മുടെ സ്കിന്നിന്, നല്ല റേഡിയന്റ് സ്കിൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഫിനിഷ് ആണ്. പിന്നെ ആക്ച്വലി ഇത് ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഓർത്തത്, അതാണ് ഇപ്പൊ വന്ന് പറഞ്ഞത്. ഒരു നാച്ചുറൽ ഗ്ലോ പ്രൊവൈഡ് ചെയ്യാനും. അപ്പൊ ഗൈസ് ആക്ച്വലി ഇതല്ല നമ്മൾ പുറത്ത് പോകുമ്പോഴുള്ള ലുക്ക്. ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെസ്റ്റീവ് ലുക്കിലൊക്കെ ഞങ്ങൾ വന്നതാണ്. ഞാൻ കണ്ണൊന്നും എഴുതിയിട്ടില്ല ഗൈസ്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ലുക്ക്. നല്ലൊരു ലിപ്സ്റ്റിക്കും സ്റ്റോപ്പ് ക്രീമും മാത്രം മതി നമ്മുടെ ലുക്കൊന്ന് തിളക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഞാൻ പ്രൊഡക്റ്റ് ഇതായി ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് purple.com പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്, വാങ്ങാൻ വേണ്ടി മറക്കണ്ട. സോ നമുക്കിനി നമ്മുടെ വ്ളോഗിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മളിത് നമ്മുടെ വ്ളോഗിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് അച്ഛൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞത്, കിരൺ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളെ ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഷർട്ടൊക്കെ ആയിരുന്നു. ഭയങ്കര ഏതോ ഒരു കാർട്ടൂണിൻ്റെ, അപ്പോൾ അതായിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. നേഴ്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനും നീലും വേഗം തന്നെ റെഡി ആയി കഴിഞ്ഞു. നേഴ്സ് ഈസ് ഓൾവേസ് ഭയങ്കര സ്ലോ മോഷനാണ് ഗൈസ്. പിന്നെ ഇത് ആബയും നീലും ഭയങ്കര ഒരു മാച്ചിങ് ഉണ്ട് ഡ്രസ്സ്. ഒരു പിങ്കിഷ് ടച്ച് ഉണ്ട്. അപ്പോൾ ബെഡുമൊക്കെ കയറി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മൂന്നാറിൽ പോയപ്പം വാങ്ങിയ എൻ്റെ ഒരു ടോയാണ് ഗൈസ് ഇത്. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു. എന്നിട്ട് അതെൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങി നടക്കുമായിരുന്നു. അതൊക്കെ ബെഡും ഇങ്ങനെ ഇട്ട് വെച്ചെടുക്കായിരുന്നു. അതും കൊണ്ടാണ് രാത്രി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ബെഡുമ്മ കണ്ടപ്പോൾ അതെടുത്ത് വീഡിയോ എടുത്തതാണ്. നഴ്സും നീലും ആബയും ഏകദേശം മാച്ചിങ് ആണ്, ഒരു ക്യാൻഡി കളേഴ്സാണ്. ഇതാണ് ഗൈസ് അച്ചു ചേച്ചി, അശ്വതി എന്നാണ് പേര്. കിരൺ ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ അച്ചു. അപ്പോൾ അച്ചു ചേച്ചി ഉണ്ടായിരുന്നു. അച്ചു ചേച്ചി ഞാനും ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതാണ് ഞാൻ ഇവിടെയും പറഞ്ഞത്. അമ്മ ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. ആക്ച്വലി പുള്ളി വെയിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളിതേ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് ഉച്ചത്തെ ലഞ്ച് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ നമ്മൾ ചാവക്കാട് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുക കൂടെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ള. അവിടെയാണ് യൂഷ്വലി ഇപ്പോൾ പോവാറ്. അപ്പോൾ പുതിയതായിട്ട് വന്ന റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്. അപ്പോൾ അതെ നമ്മളെല്ലാവരും അവിടെ ഇരുന്നു 2 ടേബിൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ ന്യൂ ഇയർ ആയിട്ട് എന്തോ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. ഇന്നത്തെ സ്പെഷ്യൽ മന്തിയായിരുന്നു, അൽഫാം മന്തിയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഫ്രൈഡ് റൈസ് ആയിരുന്നു. പിന്നെ നഴ്സ് ചിക്കൻ നൂഡിൽസ് ആയിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റികൾ ട്രൈ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ നൂഡിൽസൊക്കെ ട്രൈ ചെയ്താണ് നഴ്സ്. ഞാൻ എന്തോ ഒരു മൂകതയിലാണ് ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള ഒരാളാണ് ജിഷാദ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജിഷാദേട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിൽ പോയതായിരുന്നു. ആൾക്ക് താഴെ ഒരു ഉണ്ണി വന്നിട്ടുണ്ട്, കുഞ്ഞുണ്ണി. അപ്പോൾ ആളെ കാണാൻ വേണ്ടി പോയതാണ്. ഇത് മൂത്ത ആളാണ് കാശി. ആൾ ചെറിയ കാണുമ്പോൾ ഭയങ്കര വികൃതിയുള്ള ആളാണെന്ന് തോന്നും, എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സഹിക്കാം കുറച്ച് നേരത്തിന്. ആൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അതാണ് പാത്രമൊക്കെ എടുത്ത് അടിക്കാൻ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ ബീച്ചിൽ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. ബീച്ചിൽ പോകുന്ന വഴിക്ക് എല്ലാവർക്കും ഭയങ്കര ദാഹമായിരുന്നു. അപ്പോൾ ഒരു സോഡ സർവത്തും പിന്നെ നാരങ്ങ സോഡയോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഏകദേശം എത്തിയത് ഒരു സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ആവ ഭയങ്കര എക്സ്പ്രഷൻ ഇട്ട് കൂട്ടുന്നുണ്ട്, നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാനത് വേഗം വീഡിയോ ഓണാക്കി എടുത്തത് കേട്ടോ. അവൾക്ക് ആ ഒരു കുടത്തിലാണ് അവളുടെ സർവത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അവൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്താ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ട് കൊടുന്നു കേട്ടോ. അവൾക്കത് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ പിന്നെ മുടിയൊക്കെ ഏകദേശം നാശമായി. കാരണം ഞാൻ കാറിലിരുന്ന് കാറ്റ് കൊള്ളാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഉറക്കം വരും ഗൈസ്. എനിക്കറിയില്ല, എനിക്ക് ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആകെ എന്തോ മാതിരിയാണ് ഫുള്ള് നടക്കുമ്പോഴൊക്കെ. എന്തോ കിളി പോയ പോലെ ഞാൻ നടക്കുക.
അതുകൊണ്ട് കാറിൽ കയറിയാൽ എന്നെ ഏതെങ്കിലും ഒരു മുക്കിൽ തല ചാഞ്ഞ് വെച്ച് കിടന്ന് ഉറങ്ങുന്നതാണ് കാണാൻ പറ്റുക. അത് എവിടെ യാത്ര ചെയ്താലും ഞാൻ അങ്ങനെയാണ്. ഐ ഡോണ്ട് നോ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെയെന്ന്. പിന്നെ ഞെർസ് എന്തോ അവിൽ മിൽക്കായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾ വെറൈറ്റി കണ്ടിട്ട് പിടിച്ചതാണ്, പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിലിങ്ങനെ കുറേ പഴം ഇങ്ങനെ ഗ്ലു 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 ആയിട്ട് ഇങ്ങനെ ഇട്ടെടുക്കുമായിരുന്നു. അതുകൊണ്ട് അവൾക്ക് അത്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത്. എന്നാലും കഴിച്ചല്ലേ പറ്റൂ. എല്ലാവരും വേറെ വാങ്ങിയപ്പോൾ പുള്ളി വെറൈറ്റി ട്രൈ ചെയ്തതാണ്, പരീക്ഷിച്ചതാണ്, പക്ഷേ ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മളിത് ചാവക്കാട് ബീച്ചിലെത്തി. കുറച്ച് അധികം തിരക്കുണ്ടായിരുന്നു. ചാവക്കാട് ബീച്ചിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ ആ സൈഡിലായിട്ട് പാർക്കിംഗ് ഉണ്ടാവും. അത് ഫുള്ളായി, നിറച്ച് പാർക്ക് ചെയ്ത് ഫുള്ളായി. എന്നിട്ട് നമ്മൾ അപ്പുറത്ത് വേറെ പാർക്കിങ്ങിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും തിരക്കാണ്. അതിപ്പോൾ യൂഷ്വലി അങ്ങനെയാണ്, വെക്കേഷൻ ടൈം ആകുമ്പോൾ എല്ലാ സ്ഥലങ്ങളും നല്ല തിരക്കാണ്. പിന്നെ ഞങ്ങൾ വരുമ്പോഴാണ് ശ്രദ്ധിച്ചത് മറ്റേ ജൈൻറ്റ് വീലല്ല, ഒരു വഞ്ചിയിൽ നമ്മളിങ്ങനെ ഗുരുവായൂർ ഏകാദശിക്കൊക്കെ പോയാൽ കാണാറുണ്ട്. ഞാൻ അവിടെയാണ് കണ്ടിട്ടുള്ളൂ. വലിയ വഞ്ചി, പിന്നെ ഒരു ടോയ്, ഒരു റൈഡ് പോലത്തെ ഒരു സാധനം, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് അവിടെ കയറി. ഞാൻ കാലൊന്നും നനച്ചില്ല ഗൈസ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എൻ്റെ ബീച്ചിലൊക്കെ എത്തിയപ്പോൾ എൻ്റെ മൂടൊക്കെ പോയി, എന്തോ കച്ചറ മൂടായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കാലൊന്നും നനയ്ക്കാൻ നിന്നില്ല. സാധാരണ ബീച്ച് കണ്ടാൽ ഞാൻ അവിടെ കിടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ പോകാൻ. ഇങ്ങനെ കാലൊക്കെ നനച്ചിങ്ങനെ, എനിക്ക് കാല് നനയ്ക്കുന്നതുകൊണ്ട് തീരെ താല്പര്യമില്ല. എനിക്ക് മൊത്തത്തിൽ കുളിക്കണം, ഇങ്ങനെ തല മുതൽ കാല് വരെ ഇങ്ങനെ നനഞ്ഞ് മുങ്ങണം. എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഒരുവിധം എല്ലാവർക്കും അങ്ങനെ ആവണം. ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ എനിക്കത് വൃത്തികെട്ട വെള്ളമെന്ന് പറഞ്ഞാൽ എനിക്കതിലിങ്ങനെ മുങ്ങി കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കുറേ സബ്സ്ക്രൈബർ കുട്ടീസിനെ കണ്ടു ഗൈസ്. ബീച്ചിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ആദ്യം അച്ഛനും നെർസും നീലും ആബിയാണ് പോയത്. അവരൊരുവിധം നനഞ്ഞ്, ഫുള്ളായിട്ടൊന്നും നനഞ്ഞില്ല കേട്ടോ. ടോപ്പൊന്നും നനഞ്ഞില്ല, പാൻറ് ഒരുവിധം നനഞ്ഞിട്ടുണ്ടായിരുന്നു 3 പേരുടെയും. അപ്പോൾ ആദ്യം അച്ഛനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അച്ചു ചേച്ചീനായിട്ട് അവർ പോയിട്ട് അടുത്ത രണ്ടാമത്തെ ട്രിപ്പ് അച്ഛന് വയ്യാന്ന് പറഞ്ഞിട്ട് അച്ഛൻ കയറിയപ്പോൾ ഞാൻ അവിടെ ആരോ കുഴിച്ചൊരു കുഴിയിലിരിക്കുകയായിരുന്നു. ആരോ ഇങ്ങനെ മണ്ണോണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം നിന്നു. കഴിഞ്ഞ് കാലമൊക്കെ അടഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നാമത് എൻ്റെ പാൻറ് എന്ന് വെച്ചാൽ വൈറ്റാണ്. അപ്പോൾ അതും കൂടെ ഇനിയിപ്പോൾ നനച്ച് കൊളാക്കണ്ടല്ലോ വിചാരിച്ചു. അകകൂടുള്ള ഒരു നല്ലൊരു പാൻറ്റാണ്, അപ്പോൾ അതും കൂടെ നശിപ്പിക്കേണ്ട. അകകൂടുള്ള നല്ല പാൻറ് നല്ല, പക്ഷെ വൈറ്റിൽ അങ്ങനെ പാൻറ് ആകെ ഇതാവുള്ളൂ നല്ലത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് നശിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അതുകൊണ്ടും കൂടെ പിന്നെ ഇറങ്ങാൻ നിന്നില്ല കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ എന്നെ കാണാൻ പറ്റും 3 പേരും ഭയങ്കര ക്യാൻഡി കളേഴ്സാണ് ഡ്രസ്സ്. ഒരു പർപ്പിൾ, വൈറ്റ്, പിങ്ക് ടോണൊക്കെ വരുന്നതാണ് 3 പേരിട്ടേക്കുന്നത്. എനിക്കാണെങ്കിൽ തണുക്കുന്നുണ്ടായിരുന്നു, എന്താണെന്ന് അറിയില്ല. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് തണുത്തു. അതാണ് ഇങ്ങനെ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ഐസ്ക്രീം കഴിച്ചു. അതൊന്നും വീഡിയോ എടുത്തില്ല ഗൈസ്. ഞാൻ ചോക്ലേറ്റ് കോൺ ടോപ്പാണ് ഗൈസ് ഞാൻ കഴിച്ചത്. അതെ ഗൈസ്, അച്ചു ചേച്ചി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അച്ചു ചേച്ചി പോയത് ഇങ്ങനെ വന്നത് ഒരു 1 വരവായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നല്ല പോലെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുടെ ലൈറ്റ് കളർ ഡ്രസ്സായിട്ട് കറക്റ്റ് അറിയാൻ പറ്റും. നനയുമ്പോൾ വെള്ളമാകുമ്പോൾ കറക്റ്റ് കാണാമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ 4 എണ്ണം കൂടെ ഗൈസ് പോകുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ ഫാമിലീസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കുറച്ചുകൂടി സൈഡിലേക്ക് നീങ്ങിയിട്ട് നിന്നുകൊണ്ട് അധികം തിരക്ക് പടിക്ക് കാണാനില്ല. പിന്നെ ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങി. ഞങ്ങൾ വന്ന കറക്റ്റ് ടൈമിലായിട്ട് തന്നെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് പോകുന്നത് കാണാൻ വേണ്ടി പറ്റി. ഞാനവിടെ താഴെ ഇരിക്കുന്നുണ്ട്, എൻ്റെ കൈയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, അച്ചു ചേച്ചി പോയ പോലെയല്ലേ വന്നത്, നനഞ്ഞ് നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നേഴ്സും നീലും ആബയും കയറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനത്തിൽ. ഇതിൽ കയറാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷെ എന്നെ കയറ്റില്ല ഗൈസ്. 9 വയസ്സിന് മേലുള്ളവർക്കോ 10 വയസ്സിന് മേലുള്ളവർക്കൊന്നും കയറാൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് കയറാൻ പറ്റില്ല. നേഴ്സിനും നീലിനും കയറിയിട്ടോ അവരെ കണ്ടാലും കുഞ്ഞു പിള്ളേരാണെന്നല്ലേ തോന്നുള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ അവർക്കൊന്നും സീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ വഞ്ചിയിൽ കയറണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്ത് ആ വഞ്ചിയുടെ ബെൽറ്റ് എന്തോ ലൂസായെന്തോ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ടൈം കളയണ്ടല്ലോ വിചാരിച്ച് വേറെ വല്ല ഇതിൽ കയറാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടോ അവിടുന്ന്. പക്ഷേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഗുരുവായൂർ ഏകാദശിക്കും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ വഞ്ചിയിൽ കയറാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ അതിൽ കയറാൻ പറ്റിയില്ല ചമ്മി. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എന്ത് ചെയ്യാം. പിന്നെ അവിടെ വേറൊരു ടോയിൽ ആബ കയറി. ടോയ് എൻ്റെ വായിൽ വരുന്ന ഈ ഒരു റൈഡിൽ ആബ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഇവിടുന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം ഗൈസ്. ഞാൻ മിക്കതും അങ്ങനെ കാണുമ്പോഴേക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നൈറ്റിൽ ഡിന്നർ കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ എല്ലാവരും കൂടെ മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് ഇതേ പോവാണ്. ഞാൻ ഒരു ഹുഡി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ലോണം തണുക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ഹുഡി ഇട്ടതാണ്. മാത്രമല്ല എനിക്കാണെങ്കിൽ നല്ല
നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അച്ചു ചേച്ചി ഭയങ്കര കളർഫുള്ളായിട്ടാണ് രാത്രി വരുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു കുർത്തയൊക്കെ ഇട്ടിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞു. പിന്നെന്താ ആബയും ഫുൾ സ്ലീവ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനും കൂടെ ഫുൾ സ്ലീവ് ഇട്ടത്. എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ കൂടയിൽ പോവാമെന്ന് ആദ്യം വിചാരിച്ചു, പിന്നെ വേണ്ട വെച്ചിട്ട് ഗുരുവായൂർ വാഫിൾ സ്ട്രീറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇവരെ കുറച്ച് വാഫിൾസൊക്കെ ട്രൈ ചെയ്യിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടുന്ന് ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തിയ ശേഷം ഫുഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും വീഡിയോ എടുക്കുന്ന കാര്യം മറന്നു. അപ്പോൾ 2 ടേബിളും കൂടെ ഇങ്ങനെ അടുപ്പിച്ചിട്ടിട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ മെനു നോക്കിയിട്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് ലോട്ടസ് ബിസ്ക് ഓഫ് വാഫിൾ അങ്ങനെ എന്തോ സംഭവമില്ലേ, അത് ഓർഡർ ചെയ്തു. ചോക്ലേറ്റ് വാഫിൾ, ഡാർക്ക് ഫാൻറ്റസി വാഫിൾ, ന്യൂട്ടെല്ല വാഫിൾ, അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാതും കഴിച്ചു വിട്ടു. നമ്മൾ വെറുതെ ഇങ്ങനെ ചവറ് കണക്ക് ഓർഡർ ചെയ്ത് വേസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ചു ചേച്ചി പണ്ട് ഇവിടെ ഗുരുവായൂർ പണ്ട് നല്ല കുറേ നാൾ കൂടുമ്പോൾ ഇവർ പഠിക്ക് വരിക. അപ്പം അന്ന് വന്നപ്പോൾ ഗുരുവായൂർ വന്നായിരുന്നു. പക്ഷേ ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലൊന്നും നമ്മൾ കയറിയില്ല, നോൺ വെജ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അമ്പലത്തിലൊന്നും കയറിയില്ല. പക്ഷേ പ്രിയങ്കയിൽ കൊണ്ടുപോകാമെന്ന് ഞങ്ങൾ പറഞ്ഞു നല്ല ലേറ്റ് ആയിട്ടായിരുന്നു. 11:45 കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു മിക്കതും അത് അടച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള ഒരുവിധ ഷോപ്പൊക്കെ തുറന്നെടുക്കുമായിരുന്നു കേട്ടോ. ഈ സമയത്തൊക്കെ ആകുമ്പോൾ അടയ്ക്കാറുണ്ട്. ഇതിപ്പോൾ സീസൺ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രിയങ്കയിൽ കയറി. പ്രിയങ്ക ഒരു ലോകമാണല്ലോ, അത് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന അച്ചുവേച്ചിക്കൊക്കെ അത് ഭയങ്കരമായിരുന്നു. ആൾ ഭയങ്കര ഇങ്ങനെ ത്രില്ലടിച്ച് എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ ഡിസ്കവർ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ സാധനങ്ങളൊക്കെ എടുത്തു. ഇങ്ങനെ ചവറ് കണക്കിനല്ല കേട്ടോ. ഞാൻ പിന്നെ കമ്മൽ കണ്ട് അവിടെ വീഴും. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കമ്മൽ ഭയങ്കര ആഗ്രഹം. പക്ഷെ ഓൺലൈനൊക്കെ നോക്കിയാൽ നല്ല റേറ്റാണ്. പക്ഷെ ഇവിടെ എനിക്ക് പിന്നെയും 160 റുപ്പീസിന് എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ 2 കമ്മൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ലൈറ്റ് ബ്ലൂവും ഒരു ബ്ലാക്കും. എനിക്ക് അത്ര ആഗ്രഹമായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓൺലൈൻ ഞാൻ നോക്കുമ്പോൾ ഇതിനെക്കാട്ടിയും വില എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതിനെക്കാട്ടി എക്സ്പെൻസീവ് എല്ലാം തോന്നി, അതുകൊണ്ട് പിന്നെ ഞാനതെടുത്തു. നഴ്സും നീല 2 ഗ്ലാസ് ഒക്കെ എടുത്തു, കാരണം അവർക്ക് സ്കൂളിൽ നിന്ന് ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ട്രിപ്പിന് പോകുമ്പോൾ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു നഴ്സിൻ്റെ ഗ്ലാസ്. പിന്നെ ഇവിടുന്ന് നമ്മളൊരാളെ കണ്ടു കേട്ടോ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ്. അപ്പോൾ ആളെ കണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ കൊട്ട. നിങ്ങൾ വിചാരിക്കരുത് ഇത് മൊത്തം ഞാൻ വാരി കൂട്ടിയതാണ്. ഇന്ന് എല്ലാവരുടെയും ഇതിലാണ് ഞാൻ ഇട്ടത് കേട്ടോ, അച്ചു ചേച്ചിയുടെയും നഴ്സിൻ്റെയും നീലുവിൻ്റെയും എൻ്റെയും ഒക്കെ. അപ്പോൾ ഇവിടെ കാലൊക്കെ കടഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സൈഡിലത്തെ ഒരു ബോളൊക്കെ എടുത്തു കേട്ടോ, കാല് കടഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ. പിന്നെ നമ്മൾ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നോക്കി അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ കേട്ടത് 12 മണി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും മെരി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആബയുടെ വക ഒരു സോങ് ഉണ്ടായിരുന്നു ക്രിസ്മസ് സ്പെഷ്യലായിട്ട്, അച്ചു ചേച്ചിയും പാടി. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഞാൻ ആഡ് ചെയ്താണ്. ഇത് പിറ്റേ ദിവസമാണ്, രാവിലെ ആയപ്പോൾ അവർ പോയിട്ടോ. കറക്റ്റ് പറഞ്ഞാൽ ഒരു ദിവസമാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. 23-ാം തീയതി വൈകുന്നേരം വന്നു, 24-ാം തീയതി ഫുൾ കറക്കം, പിന്നെ 25-ാം തീയതി രാവിലെ ഇതേ പോവാണ് ക്രിസ്മസിൻ്റെ അന്ന്. അപ്പോൾ ഇതേ ആബയാണെങ്കിൽ രാവിലെ ആണെങ്കിൽ തീരെ വയറിനൊന്നും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ട് പുള്ളിയുടെ ഇതിൽ. പിന്നെ ഇനി ഇവർ കുറേ കാലം കഴിയുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരാറുള്ളൂ ട്രിവാൻഡ്രത്തല്ലേ. നമ്മളങ്ങോട്ടും ഇടയ്ക്കൊക്കെ തന്നെ പോയിട്ടുള്ളൂ, ഇടയ്ക്ക് എന്നൊക്കെ വെച്ചാൽ 1-2 തവണയൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഞാൻ വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ പ്രൊഡക്ട്സ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പർപ്പിളിൽ അവൈലബിൾ ആണ്, ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സോ ബൈ.